പേരുകൾ വെളിപ്പെടുത്താതെ ഒരു അനുഭവം പറയാൻ പറ്റുമോ? എന്തിനു ഓടിത്തള്ളിയെന്ന് അറിയാനുള്ള ചിലത് നമ്മളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കും കേട്ടോ. ഒന്ന് ഞാൻ ഈ ഡിവോഴ്സ് ആയ ഒരു സമയത്തുണ്ടല്ലോ, എനിക്ക് കുറേ മെസ്സേജസ് മീൻസ് ലൈക്ക് പുറത്തുനിന്നൊക്കെയുള്ള വർക്കിംഗ് ഇൻ കാനഡ, വർക്കിംഗ് ഹിയർ ആസ് എ നേഴ്സ്, ജോലിയൊക്കെ വിട്ട് വരും, എനിക്കിവിടെ 5-8 ലക്ഷം രൂപ ശമ്പളമുണ്ട്, എനിക്ക് നിങ്ങളെ പണ്ടേ ഇഷ്ടമായിരുന്നു, പിന്നെ നിങ്ങൾ അവളെ കല്യാണം കഴിച്ച് പോയില്ലേ എന്ന് പറഞ്ഞിട്ടുള്ള അപ്രോച്ച് വരും. പിന്നെ ചിലവർക്ക് ഭർത്താവ് അറിയാണ്ട് റിലേഷൻഷിപ്പ് ആക്കാൻ വേണ്ടിയുള്ള വിളികൾ വരും. അതൊക്കെ എന്ന് വെച്ചാൽ സേഫാണല്ലോ, വേറെ ബാധ്യത ഒന്നുമില്ല, ഉണ്ട്, നമ്മൾ ഫ്രീ ആണ്, നമ്മൾ ഫ്രീ ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന ചിലത് നമ്മൾ വല്ല ഇത് ഭാവിയിലേക്ക്, ചിലത് ഫ്രീ ആണല്ലോ, കുഴപ്പമില്ല, അത്യാവശ്യം ഫെയിമുണ്ട്, നടക്കുന്ന ഫ്രീക്കായിട്ട് നടക്കുന്നുണ്ടവൻ, ശരി ഇവൻ്റെ തല തൂങ്ങിയേക്കാം എന്ന് വിചാരിച്ച് വരുന്നുണ്ട്. അതും നമ്മൾ തട്ടി ഒഴിവാക്കുന്നുണ്ട്. ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അമ്മയുടെ അടുത്ത്? ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു. എന്നെ പറ്റി ഓൾമോസ്റ്റ് ഒക്കെ എല്ലാം ഒക്കെ അറിയാം, എല്ലാം. ഓ ശരി, അടുത്തത് ഇത് ചെയ്തിട്ടുണ്ടാവും എന്തായാലും, ഓർബിറ്റിംഗ്. എന്താണ് ഓർബിറ്റിംഗ്? ഓർബിറ്റിംഗ് 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 നിങ്ങൾ ഇപ്പൊ ഏകദേശം എനിക്ക് ഏകദേശം ടേംസിന്റെ അർത്ഥം പറയാം. ചവച്ച് തുപ്പുക എന്നാണ്. അതൊന്നല്ല, അല്ലേ? പിന്നെ ഓർബിറ്റ് അങ്ങനെയല്ലേ? അല്ലേ? അല്ല, ഓർബിറ്റ് എന്നല്ല. ഓർബിറ്റ് എന്താ? ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഭ്രമണപഥം. അതാ എന്ത് ഈ ഭ്രമണപഥമാണ് നമ്മളടുത്ത് ആയിട്ട് ഓർബിറ്റ് കഴിക്കേണ്ടത്? പറയുമ്പോ ഈ ഓർബിറ്റ് എന്നൊക്കെ പറയും, ഓർബിറ്റിക് ഭ്രമണപഥം. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ആ പോർഷൻ ഒന്ന് കട്ട് ചെയ്യണേ, എല്ലാവരും ഞാൻ വെറും മണ്ടനാണെന്ന്. എനിക്ക് അത്യാവശ്യം വിവരമൊക്കെ ഉണ്ട് കേട്ടോ. ഒരാളെ ചുറ്റിപ്പറ്റി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വേണമെങ്കിൽ ഉണ്ട് പറയാം, ഒരു എന്തിനാ ചുറ്റിപ്പറ്റിയിട്ട് അങ്ങ് പോകുന്നത്. പക്ഷേ അതിനൊരു പേരില്ലേ? അല്ല, ഇപ്പോൾ നമ്മളുടെ റിലേഷൻ, ഇപ്പോൾ നമ്മളൊരു ഫ്രണ്ട്, ഇപ്പോൾ ഒരാൾ നമ്മൾക്ക് തന്നെ സ്വാധീനപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ ചുറ്റിപ്പറ്റി അങ്ങ് പോവാം. നമ്മൾക്ക് അവരിൽ നമുക്ക് പ്ലസൻ്റ് അല്ലെങ്കിൽ നമുക്ക് സന്തോഷം കടന്നതെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഇടയ്ക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പം പിന്നെ അത് ചുറ്റിപ്പറ്റി നിൽക്കാം. അല്ലാണ്ട് ഒന്നിനെ ചുറ്റിപ്പറ്റി എങ്ങനെ നടക്കുന്നിട്ടുള്ള പരിപാടി അങ്ങനെയല്ലേ? ഇല്ല, അങ്ങനെ നിൽക്കണ്ടായില്ല. ഞാൻ സാധാരണ വർത്തമാനം പറഞ്ഞ് നമ്മൾ ക്ലാഷായി കഴിഞ്ഞ് പോയി. എപ്പോഴെങ്കിലും ഇങ്ങനെ നമ്മളെ ചുറ്റിപ്പറ്റിയിട്ട് ആൾക്കാർ നടക്കുന്നുണ്ട്, മനസ്സിലായിട്ടുണ്ടോ? പിന്നെ അപ്പൊ എങ്ങനെ പ്രതികരിക്കുക? ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ എന്താ പറഞ്ഞ മറ്റേ സാധനം എന്താ പറഞ്ഞ ആദ്യത്തെ ഒരു സാധനം ഉണ്ടല്ലോ, ഗോസ്റ്റിംഗ്. പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് നമ്മൾ രക്ഷപ്പെടൂലേ, അത് ഗോസ്റ്റിംഗ്. അത് ഗോസ്റ്റിംഗ്. അപ്പൊ ഞാൻ ഗോസ്റ്റിംഗ് ഉപയോഗിക്കും. ഞാൻ പറയും ഗോസ്റ്റിംഗ് എന്ന് പറയുമ്പോ തന്നെ അവര് ഗോസ്റ്റിംഗ് ആയി. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഗോസ്റ്റിംഗ് ആയിട്ട് ചെറിയ ബന്ധമുള്ള സാധനം, പക്ഷെ ഗോസ്റ്റിംഗ് അല്ല, ഇതിന്റെ പേര് സബ്മെറൈനിങ്. അപ്പൊ എന്താ? അപ്പൊ ഈ ഗോസ്റ്റിംഗിന്റെ ഒരു അമ്മായിയുടെ മോനായിട്ട് വരും. അമ്മായിയുടെ സബ്മെറൈനിങ്. സബ്മെറൈൻ എന്ന് വെച്ചാൽ എന്താ? സബ്മെറൈൻ അന്തർവാഹിനി, കടലിന്റെ അടിയിൽ കൂടെ ഒക്കെ പോണ സാധനം. അപ്പൊ സബ്മെറൈനിങ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? അടക്കടാ, എന്നോട് പരവാശം പറഞ്ഞിട്ടുണ്ട് ഞാൻ കേട്ടോ. അടക്കടാ. സബ്മെറൈനിങ് അതല്ല കേട്ടോ, അതല്ല. 12+ ചിന്തിച്ചാൽ മതി. 12+ ചിന്തിച്ചാൽ മതി. എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് തീവ്രമായി അങ്ങോട്ട് അതുമല്ലേ. ഇപ്പോൾ ഇനിയിപ്പോൾ പുതിയ ക്ലാസ്സിന് വേണ്ടി വരും തോന്നുന്നു ഇതൊക്കെ പഠിക്കാൻ വേണ്ടി. സബ്മെറൈനിങ് നേവിയിലായിരുന്നോ പണ്ട്? പറയൂ, എന്താണ് ഉദ്ദേശിച്ചത്? മനസ്സിലായില്ല, പറയൂ. അതായത് സബ്ബായിട്ട് അല്ല, അത് ഞാൻ പറഞ്ഞ ബെഞ്ചിങ്. ബെഞ്ചിങ് ഇതെന്താ വെച്ചാൽ ഇടയ്ക്ക് നമ്മൾ
ബന്ധത്തിലുണ്ടാവും, ഇടയ്ക്ക് നമ്മൾ പോവും, പിന്നെയും ബന്ധത്തിൽ വരും. ആ ഉണ്ടായിട്ടുണ്ട്. അതുണ്ടായിരുന്നു. ആ പിന്നെ ഉണ്ടായിട്ടുണ്ട്. അതെന്താ പിന്നെ വേണ്ടെന്ന് വെച്ചാൽ കുറച്ച് സൗകര്യമുള്ള കാര്യമല്ലേ അത്? അത് നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, അത് ഓരോരോ മൂഡ് വരുന്നതനുസരിച്ചിട്ടാണല്ലോ. മൂഡ് പോകുമ്പോൾ അങ്ങ് പോവും, മൂഡ് വരുമ്പം വരും, അങ്ങനെയുള്ള ഇതാണ്. ഈ മറ്റുള്ള ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ടോ സബ്മറൈനിങ്ങിന്? എന്നെയോ? ഉപയോഗിച്ചിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായിട്ടൊക്കെ ഉണ്ട്. അപ്പം പിന്നെ നമ്മളത് അങ്ങ് പോയിക്കോളൂ, അത്ര തന്നെ. ഓ, അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് തന്നെ. ഓ, മര്യാദക്ക് ഒരു വഴിക്ക് പോയിക്കൊണ്ടിരുന്ന ഞാനാണ്. ഇതും അതും ഇതും ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് തോന്നി ഇതൊന്നും അല്ല ലൈഫ് എന്ന് മനസ്സിലായത് പിന്നെയാണ്. അതൊക്കെ പിന്നെ ഇപ്പം നല്ലൊരാളെ പരിചയപ്പെട്ടപ്പോൾ തീർച്ചയായും തെറ്റായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. തെറ്റായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. പണ്ടത്തെ ഞാനല്ല ഇപ്പം. പണ്ട് ആരെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഹായ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 ഹായ് ഞാൻ അങ്ങോട്ടേക്ക് അയക്കുന്നത് ഞാനല്ല. അതിൽ നിന്ന് പോയിട്ട് പ്രൊഫൈൽ മുഴുവൻ നോക്കിയിട്ട് ഫോട്ടോ മുഴുവൻ സൂം ചെയ്ത് നോക്കിയിട്ട് നമ്മൾ റിപ്ലൈ അയക്കുന്ന ആളല്ല ഞാൻ. ഇപ്പം ഞാൻ അത് മാറിയിട്ടുണ്ട്. ഓക്കെ, വായ നോക്കൊക്കെ ചെയ്യും, അത് വർക്കാർ. അടുത്തത് ലവ് ബോംബിങ്. ലവ് ബോംബിങ് എന്ന് വെച്ചാൽ ലവ് ചെയ്ത് ലവ് ബോംബ് അല്ല, ന്യൂജൻ വേർഡ്സ് അല്ല ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞല്ലേ. ഇപ്പൊ തന്തവൈബ് ഇത് സോറി വൈബ് തന്ത അല്ലാന്ന് ഞാൻ തെളിയിച്ചിരിക്കുന്നു. ലവ് ബോംബിങ് പറയാം, ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. ഏതായാലും ചമ്മി നാരി ലവ് ബോംബിങ് എന്ന് വെച്ചാൽ നമ്മളൊരു റിലേഷൻഷിപ്പ് തുടങ്ങുമല്ലോ, ആ സമയത്ത് തുടക്കത്തിൽ നമ്മൾ കുറേ സ്നേഹം, കുറേ കാര്യങ്ങളൊക്കെ വാരിക്കോരി കൊടുത്തിട്ട് പിന്നെ അത് ഉണ്ടാവില്ല, പിന്നെ അതിങ്ങനെ ഘട്ടം അല്ല, അത് സ്വാഭാവികം. അങ്ങനെയൊക്കെയാണ് സാധാരണ ഉണ്ടാവാറ്. എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് അങ്ങനെ ആവാൻ സാധ്യതയില്ല. എന്താ അറിയോ, ഒന്ന് ആദ്യം ഒരാളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ ഭയങ്കര ഇതാണ് നോണ പറയാ എന്ന പരിപാടി ഉള്ള പോലെ ഇങ്ങനെ പോകണം. ഓക്കെ, ആദ്യം ആയാലും അവസാനമായാലും ഉള്ള പോലെ തന്നെ പറഞ്ഞിട്ട് അങ്ങ് പോകണം എന്നുള്ളതാണ് അഭിപ്രായം. ലവ് ബോംബിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരാളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മളില്ലാത്ത ക്വാളിറ്റിയൊക്കെ ഉണ്ടെന്ന് കാണിച്ച് കുറേ സ്നേഹം കാണിച്ച്. ഞാനൊരിക്കലും എനിക്ക് ഇല്ലാത്ത ക്വാളിറ്റി ഉണ്ടെന്ന് കാണിച്ചിട്ടില്ല. ഞാൻ എങ്ങനെയാണോ, ഞാൻ അലമ്പനാണെങ്കിൽ ഞാൻ അലമ്പനാണ് എന്ന് തന്നെ കാണിക്കാറുള്ളൂ. ഞാൻ ഓക്കെ അത്യാവശ്യം വെള്ളമടിക്കും, ഇതൊക്കെയുള്ള ആളാണ് എന്നുള്ള രീതിയിൽ തന്നെ കാണിച്ചിട്ടേ പോവാറുള്ളൂ. അത് പറയും. അത് ചിലർക്ക് ആക്സെപ്റ്റബിൾ ആയിരിക്കും. അന്നേരമാണ് ഇവർ മറ്റേലോട്ട് പോവുക. ഇത് കുറച്ച് കാലം നോക്കിയിട്ട് പോകുന്ന പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ പോകുന്നവരുണ്ട്. അതിലോട്ട് പോകുന്നത് അന്നേരമായിരിക്കും. ഞാൻ ആദ്യമേ ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഇച്ചിരി അലമ്പാണ്, നമുക്ക് വലിയ നല്ല പേരൊന്നുമില്ല എന്ന രീതിയിൽ തന്നെ അങ്ങ് പോകും. ഇത് ആരെ പഠിക്കാൻ? ഇതോ ഈ ഒന്നാമത് ഈ ഭയങ്കരമായിട്ട് ഹൈഡ് ചെയ്യുന്നുണ്ടോ, ഇവന്മാരെയാണ് സൂക്ഷിക്കേണ്ടത്. നിങ്ങൾ പറയുന്നത് സീരിയലിൽ വില്ലന്മാർ പിന്നെ എല്ലാവരും വിചാരിക്കും വില്ലന്മാരാണ് ഏറ്റവും അല്ല. സീരിയലിൽ അഭിനയിക്കുന്ന നായകന്മാരാണ് വില്ലന്മാരെക്കാളും റിയൽ ലൈഫിൽ വില്ലന്മാർ ശരിക്കും. പിന്നെ എല്ലാവരും അല്ല കേട്ടോ. ഇപ്പം ഇതിൻ്റെ എനിക്ക് കേൾക്കേണ്ടി വരും. അടുത്തമാരെ വിളിച്ചാ നീ എൻ്റെ നായകനായ എന്നെ പറയുന്നടാന്ന് അറിയട്ടെ. അല്ല ആണ്. എത്ര പേരുണ്ട്? എത്ര പേര് സുഹൃത്തുക്കളായ ഇഷ്ടം പോലെ പേരുണ്ട്. ആരും വലിയ പുണ്യാളന്മാരൊന്നും ചമയണ്ട കേട്ടോ.